ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ബീഫ് റോസ്റ്റ് ആണ്. ഒരു അടിപൊളി ബീഫ് റോസ്റ്റ് ആണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഇറച്ചി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഗരം മസാലയും ചേർത്ത് നമുക്ക് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് ഒരു പാത്രത്തിൽ ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് സവാള അരിഞ്ഞത് കൂടി ചേർക്കാം. സവാളയുടെ അളവൊക്കെ ഇറച്ചിയുടെ അളവനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ ഇവിടെ ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള വേവുന്നതിനേക്ക് വേണ്ടി ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു പകുതി ഒന്ന് വാടുമ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയുടെയും ഒരു പേസ്റ്റ് ആണ് ഞാനിവിടെ ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് കുക്ക് ചെയ്യാവുന്നതാണ്. അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടാൻ വേണ്ടിയാണ്. ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഈ ഉള്ളിയൊക്കെ കുക്ക് ചെയ്തെടുക്കുന്നത്. കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് തന്നെ നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് കൂടി ചേർക്കാവുന്നതാണ്. ഒരു തക്കാളി മതിയാവും. ഒത്തിരി പുളി കൂടിയാൽ റോസ്റ്റ് ആയതുകൊണ്ട് ടേസ്റ്റ് ഒന്ന് മാറിപ്പോകും. ഒരു തക്കാളി മതിയാവും. ഈ തക്കാളിയും കൂടെ ചേർത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. തക്കാളിയൊക്കെ ഒരുവിധം വാടി എല്ലാം വരുമ്പോഴേക്കും നമുക്ക് മല്ലിയും മുളകും ഒന്ന് വറുത്തെടുക്കണം. ഞാൻ ആ വീഡിയോ ഇവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. മല്ലിയും മുളകും നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആകും വരെ വറുത്തെടുക്കണം. വറുത്തെടുത്തതിന് ശേഷം ഈ സമയത്ത് ഇതിലോട്ട് ആഡ് ചെയ്യണം. ഏതാണ്ട് ഈ കളർ ആകും വരെ വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതിനുശേഷം ഉള്ളിയും വറുത്തെടുത്ത മുളകും മല്ലിയും കൂടി ചേർത്ത് യോജിപ്പിച്ച് എടുക്കാം. കരിയാതിരിക്കാൻ ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ മുളകും മല്ലിയും ചേർത്തത് കൊണ്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അത് നന്നായിട്ട് കുറച്ചും കൂടി കളർ ആകും വരെ നമുക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അപ്പോഴേക്കും ആ ഉള്ളിയുമായിട്ട് മസാലയൊക്കെ നന്നായിട്ട് യോജിച്ചു വരും. ഏതാണ്ട് നന്നായിട്ടൊക്കെ ഉള്ളിയും മസാലയൊക്കെ യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ കുക്കറിലാണ് ഇറച്ചി കുക്ക് ചെയ്തത്. നമ്മൾ ആ സ്റ്റോക്കോട് കൂടി തന്നെ ഈ ഇറച്ചി ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ഇറച്ചിയും മസാലയായിട്ടൊക്കെ നന്നായി ചേർത്ത് യോജിപ്പിച്ചെടുക്കണം. ഞാൻ ഇറച്ചി കുക്ക് ചെയ്ത സമയത്ത് കുറച്ച് വെള്ളം ഉപയോഗിച്ചാണ് കുക്ക് ചെയ്തത്. കാരണം ഒത്തിരി വെള്ളം നമുക്ക് റോസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമില്ല. നമ്മൾ ആ സ്റ്റോക്ക് ഫുള്ളും നമ്മൾ ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. കാരണം ആ സ്റ്റോക്കിലാണ് അതിന്റെ ഒരു ടേസ്റ്റ് ഒക്കെ ഉള്ളത്. അപ്പൊ ആ സ്റ്റോക്ക് കളഞ്ഞാൽ പിന്നെ ആ ഒരു ടേസ്റ്റ് അങ്ങ് കുറയും. അതുകൊണ്ട് തന്നെ ആ സ്റ്റോക്ക് ഫുള്ളും നമ്മൾ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യമേ തന്നെ വെള്ളം കുറച്ച് വെച്ച് കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ഈ വെള്ളമെല്ലാം നമുക്ക് വറ്റി വരണം. ഈ സമയത്ത് നമുക്ക് 1 സ്പൂൺ ഗരം മസാലയും 1 സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇടാവുന്നതാണ്. ഞാൻ അത് വീഡിയോ എടുത്തിട്ടില്ല, അത് സ്കിപ്പായി പോയി. അതും കൂടി ചേർത്ത് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഏതാണ്ട് വെള്ളമൊക്കെ വറ്റി തുടങ്ങി നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. അതാണ് ഈ റോസ്റ്റിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും ഇതിൽ ചേർത്ത് ഒന്ന് ഇളക്കണം. ലാസ്റ്റ് ഇതൊക്കെ ചേർക്കുമ്പോൾ അതിന്റെ മണമൊക്കെ ഈ റോസ്റ്റിൽ തന്നെ നിലനിൽക്കും. ആദ്യമേ ഈ ഇലയൊക്കെ ചേർക്കുമ്പോഴേക്കും അതിന്റെ മണമൊക്കെ ഒന്ന് പോയിരിക്കും. ഈ മല്ലിയിലയും കറിവേപ്പിലയൊക്കെ അവസാനം ചേർക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഒന്ന് ലാസ്റ്റ് ചേർക്കുന്നത് പച്ചമുളക് കീറിയതാണ്. അതും കൂടി ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് പച്ചമുളക് വേവും വരെ ലോ ഫ്ലെയിമിലിട്ട്
കുക്ക് ചെയ്തെടുക്കണം. ഈ ലാസ്റ്റ് പച്ചമുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും മണവും ആയിരിക്കും നമ്മുടെ ഈ റോസ്റ്റിനുള്ളത്. പച്ചമുളകൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഏതാണ്ട് നമ്മുടെ റോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു.